ഹലോ ഗൈസ്, ഞാനിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അതേ ദുബായിലേക്ക് പിന്നെയും പോവാണ്. ഞാൻ വോയിസ് ഓവർ ചെയ്യണ എന്താണെന്ന് ചോദിച്ചാൽ മൈക്ക് എനിക്കിട്ട് പണിയുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫാസ്റ്റ് ട്രാക്കിന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങള് ലോഞ്ചിലേക്ക് കയറാൻ പോവാ. അപ്പൊ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരക്കൊന്നും അധികമൊന്നുമില്ല. ഇപ്പോഴേ ലോഞ്ചിലേക്ക് പോവാം. ഇപ്പൊ ലോഞ്ചിൽ പോയി വെള്ളം കഴിക്കണം. പക്ഷെ എന്നിട്ട് പാടില്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വടയുണ്ട്, കടലക്കറി, ഉപ്മാവാന്ന് തോന്നുന്നു. ഇത് കള്ളപ്പം, പിന്നെ ഗ്രീൻ പീസ് കറി, സോസേജ്, പിന്നെ വട, പിന്നെ ഓംലേറ്റ്, പിന്നെ മസാല ദോശ, പിന്നെ സാമ്പാറും ചമ്മി. രാവിലെ ഫ്ലൈറ്റ് ആണെങ്കിൽ എപ്പോഴും ലോഞ്ച് ചെയ്യുന്ന ഫുഡ്. പിന്നെ അമ്മ ഉണ്ടാക്കൂല, പാവല്ലേ, ദിവസമെങ്കിലും ചെയ്യാതിരിക്കട്ടെ. പിന്നെ ഇത് തന്നെ കഴിക്കുന്നത്. ഡെസേർട്ടായിട്ട് കഴിച്ചത് ചോക്ലേറ്റ് മഫിനും വാനില മഫിനും പിന്നെ ഡാനിഷ് ആയിരുന്നു. മൂന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബോർഡ് ചെയ്തു. ഇനി നേരെ കൊളംബോയിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊളംബോയിലേക്ക് പോകുന്നത്. ശ്രീലങ്കൻ എയർലൈൻസിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ശ്രീലങ്കൻ എയർലൈൻസ്. അപ്പോൾ കൊളംബോയിൽ അച്ഛൻ നമുക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വഴിയാണ് ഞങ്ങൾ ദുബായിലേക്ക് പോകുന്നത്. സെയിം എയർലൈൻസ് തന്നെ ഉപയോഗിച്ചിട്ട്. ഇവിടെ 242 സീറ്റിംഗ് ഇതാണുള്ളത്. അപ്പോൾ ഇനി ബോർഡിംഗ് ഒക്കെ തുടങ്ങി വന്ന ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് കാലിയാണ്. പിന്നെ ഇതാകെ ഒരു സ്മോൾ ഡ്യൂറേഷൻ ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണല്ലോ. 45 to 50 മിനിറ്റ്സേ ഉള്ളൂ ഈ ഫ്ലൈറ്റ്. ഇത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ എയർബസ് A330 ഫ്ലൈറ്റാണ്. സ്നാക്കായിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത ഒരു വെജിറ്റബിൾ റോളായിരുന്നു. വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബോട്ടിൽ ഓഫ് വാട്ടറും ചൂടും ഉണ്ടായിരുന്നു അതിൽ. ഇനി ഞങ്ങളിനി പോയി ഫുഡൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ ഇനി പോയി കഴിക്കണം. എന്നിട്ട് കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാനാണ്. കാരണം സമയമുണ്ട് ഇനി ദുബായിലേക്കുള്ള ഫ്ലൈറ്റിൽ പോയി. ഇവിടെ വെജ് പുലാവ് ഉണ്ടായിരുന്നു, നോർമൽ പുലാവ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വോക്ക് ഫ്രൈഡ് ചിക്കൻ ന്യൂഡിൽസ്, ചെട്ടിനാട് ചിക്കൻ കറി, പിന്നെ എന്തോ സീ ഫുഡിൻ്റെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡ്സും പിന്നെ ദാലിൻ്റെ എന്തോ സാധനം, പിന്നെ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, ടൂണ സാൻഡ്വിച്ചും, പിന്നെ കുറേ ബ്രെഡ്സും ഉണ്ടായിരുന്നു, പിന്നെ പുഡിങ് ഉണ്ടായി, പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായി. ഇവിടെ പിന്നെ ഫ്രഷ് ജ്യൂസസും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ബോർഡ് ചെയ്യാൻ പോവാ. ഇതാ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ കയറാൻ പോകണം. സീറ്റ് തന്നെ എയർബസ് A330 തന്നെയാണ്. സെക്യൂരിറ്റി കൂടെ ഉണ്ടായിരുന്നു, അത് കോമഡി ആയിരുന്നു. എല്ലാവരുടെയും ഷൂക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും അറിയില്ല. അപ്പോൾ ബോർഡിങ് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡിന്നർ കിട്ടി. ബട്ടർ ചിക്കൻ്റെ പ്രൈസാണ് ഇപ്പോൾ
നല്ല വ്യൂ അല്ലേ? ഈ ബെഡ്റൂം ഇവിടെയും സെയിം വ്യൂ അല്ലേ? ഇതാണ് വാഷ്റൂം. ഇവിടെ വലിയൊരു മിററുണ്ട്, പിന്നെ ബാത്ടബ് ഉണ്ട്, പിന്നെ കബോർഡ്. ഇതൊരു സ്യൂട്ടാണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് റൂമാണ്. ഇവിടെ സ്ഥലത്തിൽ വന്നിട്ട് ആദ്യത്തെ പ്രശ്നമല്ല, രണ്ടാമത്തെ പ്രശ്നം മുമ്പ് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ശരിക്കും ലെവാൻ്റെ കുസീനാണ്. എന്തായാലും കുസീനിക്ക് വരാത്ത പ്രശ്നം. അപ്പോൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്ന പിസ്സയിലാണ്. ഇത് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ലെവൻത്തെ കുസീനിലെ റെസ്റ്റോറൻ്റാണ്. ആ ലെവൻത്തെ കുസീൻ എന്ന് പറഞ്ഞാൽ പിസ്സ കുസീനാണ്. കുറേ കൺട്രീസ് ആയിട്ട് ലൈക്ക് പാലസ്റ്റീനില്, ജോർഡനില്, പിന്നെ സിറിയയില്, പിന്നെ സൈപ്രസ് ഉണ്ട്. അതിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കുസീനാണ് ലെവൻത്തെ കുസീൻ. ഇത് എന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, ബീഫ് കബാബ്, ഹമ്മൂസ്, ഗാർലിക് സോസ്, പിന്നെ അറബിക് പിസ്സ ബ്രെഡും കഴിച്ച് എനിക്ക് റൂമിൽ പോയാറുണ്ട്.